16-ാം വയസ്സിൽ സ്വന്തം വ്യക്തിത്വത്തിനു വേണ്ടി വീട് വിട്ടിറങ്ങേണ്ടി വന്ന അവൾ വർഷങ്ങൾക്ക് ശേഷം 2023-ൽ ബിഗ് ബോസ് എന്ന ബ്രഹ്മാണ്ഡ റിയാലിറ്റി ഷോയിലൂടെ വന്ന് തന്നെ നോക്കി കളിയാക്കി ചിരിച്ചവരെ കൊണ്ട് കൈയടിപ്പിച്ചൊരു കഥയുണ്ട്. 8ാം ക്ലാസ്സിൽ സ്വന്തം കൂട്ടുകാരിൽ നിന്നുമുണ്ടായ ഫിസിക്കൽ അബ്യൂസും നല്ല തല്ലുകൊള്ളാത്തതിന്റെ കേടാണെന്ന് പറഞ്ഞ അധ്യാപകരും വീട്ടുകാരും കളിയാക്കി ചിരിച്ച നാട്ടുകാരുടെയും മുന്നിൽ തലകുനിച്ച് നടക്കേണ്ടി വന്ന അവളെ കാലങ്ങൾക്ക് ശേഷം ഇവരെല്ലാം കാണുന്നത് 24 എന്ന ന്യൂസ് ചാനലിലൂടെ കോടിക്കണക്കിന് ആളുകളുടെ മുന്നിൽ തലയുയർത്തി നിന്ന് ന്യൂസ് വായിക്കുന്ന അവതാരികയായിട്ടായിരുന്നു. ജേർണലിസത്തിൽ ഗ്രാജുവേഷനും പൊളിറ്റിക്കൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് ഒരു MA കാരിയാവുമ്പോഴും ബിഗ് ബോസ് എന്ന ബ്രഹ്മാണ്ഡ റിയാലിറ്റി ഷോയിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുമ്പോഴും കപ്പും സ്ഥാനങ്ങളും ഒന്നും ആയിരുന്നില്ല അവളുടെ ലക്ഷ്യം. തള്ളിപ്പറഞ്ഞ വീട്ടുകാരും സമൂഹവും താൻ ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തെ അംഗീകരിക്കാനായിരുന്നു. ബിഗ് ബോസ് അവസാന ആഴ്ചയിൽ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അമ്മ തന്റെ മകളായി മാറിയ മകനോട് സംസാരിച്ച് മോളെ എന്ന് വിളിച്ച് ഇവിടുത്തെ കാര്യമോർത്ത് വിഷമിക്കേണ്ട എന്നും നന്നായി ഗെയിം കളിക്കണമെന്നും പറയുമ്പോൾ അവിടെ നാദിറ വിജയിച്ചിരുന്നു. കോടിക്കണക്കിന് ആളുകളുടെ മാത്രമല്ല തന്റെ കുടുംബത്തിന്റെ മനസ്സും അവൾ കവർന്നു.